ചേരാണോ ചേരണം നാസനെ പിടിച്ചിറക്കിയാ ഫ്രണ്ട് നിൽക്കുന്നവരെ ശകലം അങ്ങോട്ട് കയറുന്നെങ്കിൽ ഇവിടെ അങ്ങോട്ട് വരുമായിരുന്നു ആൾക്കാർ. നാസനാണ് പിടിച്ചിറങ്ങിയത്. അതിലെ വരും ചേച്ചി ചെരുപ്പാണ് ശ്രീതേട്ടാ ചാന്തിട്ട് ഈ ചാന്ത് അതോ ആശയവാ അവിടെ അവർ ആന്റി അവിടെ രണ്ടു നിൽക്കട്ടെ അവിടെ. അത് കുഴപ്പമില്ല അവിടെ ആന്റി ആന്റി ആന്റി
ഇല്ല വന്നില്ല, വണ്ടി ഒതുക്കാൻ പോയി. അതല്ല എഞ്ചിനീയർ അതല്ല മെറൂൺ ഷർട്ട് നോക്ക്. ഇന്ന് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ സഹപ്രവർത്തകന്റെ ഒരു ഈ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് പണിയാൻ പോകുന്ന വീടിന്റെ പഴയ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ആ കെട്ടിടം കാറ്റത്തും മഴയത്തും നിലം പൊത്തുകയായിരുന്നു ചെയ്തത്. നമുക്കറിയാം, നമ്മളന്ന് ആ കുടുംബത്തെ നമ്മൾ ചെറുതായിട്ട് സഹായിച്ചു. അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു വീടിന്റെ ഇപ്പം മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നമ്മൾ ഒരു പുതിയ വീട് ഇവിടെ വെച്ചു കൊടുക്കുകയാണ്. മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയാൻ നമുക്കറിയാം, ബഹുമാന്യ ഡോക്ടർ മറിയ ഉമ്മൻ സാമൂഹ്യ പ്രവർത്തകയാണ്, ഉമ്മൻചാണ്ടി സാറിന്റെ മകളാണ്. അതുപോലെ ട്രസ്റ്റി, മന്ന ചാരിറ്റബിൾ ട്രസ്റ്റി ശ്രീ മറിയാമ്മ ഉമ്മൻ, ശ്രീ എഫി, ഇവരെല്ലാം കൂടെ ചേർന്ന ഈ ട്രസ്റ്റ് ഒരു വീട് വെച്ചു കൊടുക്കാൻ സമ്മതിക്കുകയും ആ വീട് അപേക്ഷ പ്രകാരം നമുക്ക് ഒട്ടേറെ അപേക്ഷ ഉണ്ടായിരുന്നു. ആ അപേക്ഷയിൽ നിന്ന് ഒരു അപേക്ഷ തിരഞ്ഞെടുത്ത് ഇവിടുത്തെ തിരഞ്ഞെടുത്ത് ബിജുവിന് തന്നെ ആ ഭാഗ്യം ലഭിക്കുകയും നമുക്ക് ന്യൂയോർക്കിലുള്ള ശോശാമ ആൻഡ്രൂസിന്റെയും പേരിൽ ഒരു സ്പോൺസർ കിട്ടുകയും ആ സ്പോൺസർ മുഖാന്തരം ഈ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനങ്ങളുടെ വർഷങ്ങളായി. ബഹുമാന്യ ഡോക്ടർ മറിയ ഉമ്മനെ കുറിച്ച് പറയാൻ നമുക്കറിയാം, ഒട്ടേറെ സാമൂഹിക പ്രവർത്തനം ചെയ്ത ഒരു മഹത് വ്യക്തിത്വമാണ്. ഇപ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒട്ടേറെ പ്രവർത്തനം. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു 13-14 പേർക്ക് തയ്യൽ മെഷീൻ, അവർക്ക് ദിവസേന ഒരു വരുമാനം കിട്ടുന്ന ഒരു 13 തയ്യൽ മെഷീൻ ഇന്നലെ കൊടുക്കുകയുണ്ടായി. അതേപോലെ ഒട്ടേറെ ഡയാലിസിസ് കിറ്റാലിശ്ശേരിന്റെ ഒട്ടേറെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ഒട്ടേറെ മെഡിക്കൽ കിറ്റുകൾ കൊടുക്കുകയും ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന ഈ മഹത് വ്യക്തിത്വമാണ് ഡോക്ടർ മറിയ ഉമ്മൻ. അതുപോലെ തന്നെ മറിയമ്മ ആന്റി ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അതേപോലെ എഫി, ബാക്കിയുള്ള ട്രസ്റ്റിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാം ഈ നിമിഷത്തിൽ ഓർത്തുകൊണ്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഈ മാനേജിംഗ് ട്രസ്റ്റി ശ്രീമതി മറിയാമ്മ ഉമ്മൻ മാനേജിംഗ് ട്രസ്റ്റി ക്ഷണിച്ചു. ഡോക്ടർ മറിയാമ്മ ഉമ്മൻ. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ അമ്മയുടെ പേരിൽ ഉമ്മൻചാണ്ടി ഭവനം ഇങ്ങനെ ഒരെണ്ണം നിർമ്മിക്കാൻ സാധിക്കുന്നതിൽ. മന്ന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആദ്യത്തെ വീടാണ്. ഇവൻ പറഞ്ഞതുപോലെ കുറേ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് വരാറുണ്ട്. അപ്പം എനിക്ക് US-ലുള്ള ആൻഡ്രൂ സണ്ണും ശോശാമ ആൻറ്റിയും അവർ രണ്ടുപേരുമാണ് വിളിച്ച് എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ഒരു വീട് സ്പോൺസർ ചെയ്യാം, ബെനിഫിഷ്യറിയെ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞപ്പം എനിക്ക് ഉണ്ടായിരുന്നതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ബെനിഫിഷ്യറിയാണ് ഇവർക്ക്. അങ്ങനെ ഞാൻ ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിപിനെ വിളിച്ച് പറയപ്പോൾ വിപിൻ പറഞ്ഞു, ഇപ്പം ഇവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇവരെല്ലാവരും കൂടെ ചെയ്തിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട് അപ്പയുടെ പേരിൽ ഇങ്ങനെ ചെയ്യുന്നതും. ഇവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. എനിക്ക് സ്പെഷ്യലായിട്ട് അവർ സമ്മതിച്ചില്ലായിരുന്നു
ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് മണ്ണിട്ട് അപ്പയുടെ പേര് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. അവരോടുള്ള നന്ദിയാണ് ആദ്യം അറിയിക്കേണ്ടത്. പിന്നെ ഇവർക്കാണ് അത് ലഭിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു ദൈവകൃപയോ ഭാഗ്യമോ ഒക്കെയാണ്. എല്ലാവരും 2 പേരുണ്ട്. ഭാഗ്യ പിള്ളേർക്ക് 2 എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ ഇവരുടെയും ഒരു ഭാഗ്യമാണ്. അപ്പയുടെ പേരിലുള്ള ആദ്യത്തെ വീടാണ് ഈ കുടുംബത്തിന് ലഭിക്കുന്നത്. ബിജുവും കുടുംബവും അമ്മയും ഉണ്ട്. കഴിഞ്ഞ ആഴ്ച ഇവിടെ നമുക്ക് എല്ലാവരെയും പരിചയപ്പെട്ടായിരുന്നു. വളരെ വളരെ സന്തോഷം ഇവർക്ക് ഇങ്ങനെ വീട് ലഭിക്കുന്നതിന്. ഇവിടെ ഇത്രയും ഈ ഒരു നാടിൻ്റെ തന്നെ ഒരു ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവർക്കുള്ളൊരു വീടാണെങ്കിൽ ഒരിക്കലും ഇത് നാട് തന്നെ ഇതൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൽ ഇതിൽ സഹകരിച്ച ഓരോരുത്തരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇതൊരു വളരെ അതിമനോഹരമായ ഒരു വീട് ഒരു കുടുംബമായി ഇവർക്ക് താമസിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഒത്തിരി സന്തോഷിക്കുന്ന നിമിഷങ്ങളാണ്. ഉമ്മൻചാണ്ടി ഈ 14 ജില്ലയിലെ എല്ലാ ആൾക്കാരെയും ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും വലിയ വേർതിരിവൊന്നും ഇല്ലാതെ എല്ലാവരെയും സ്നേഹിച്ചു. ഇവിടെ വന്നപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും കണ്ടതിൽ സന്തോഷമുണ്ട്. ഭാര്യയും ഭർത്താവും ഒന്നാണെന്നാണല്ലോ നമ്മുടെ ഒരു സങ്കല്പം, വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടിയും ആത്മാവും ഞാൻ ചേർന്ന് നിങ്ങൾ എല്ലാവർക്കും കൂടി സന്തോഷം പങ്കിടുകയാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ മനസ്സിലായി. ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഒത്തൊരുമയോട് ജീവിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇത്രയും പേര് ഇവിടെ കൂടാൻ സാധ്യത പല കല്ലിയിലും ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഇത്ര പേര് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് വന്ന ആൾക്കാരോടെല്ലാം വീട് ഒരു എത്രയോ ലക്ഷം വീട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മറന്നു ഒരുപാട് വീട് കൊടുത്തിട്ടുണ്ട്. അത് പല സ്കീംസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കി വെച്ച സ്വപ്നങ്ങൾ പൂർത്തിയാക്കുന്നതിനായിട്ട് നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നുണ്ട്. ഇവിടെ NRI ആയ ഒരു വ്യക്തിയാണല്ലോ, ഒരു കുടുംബമാണ് തന്നിരിക്കുന്നത്. അവരുടെ ആ ഉമ്മൻചാണ്ടി സ്നേഹമാണ് ഇതിൻ്റെ റൂട്ട് റീസൺ. അവിടെ എല്ലാവരും ഉണ്ട്. സ്നേഹവും നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിൽ ഈ നല്ല ചടങ്ങിൽ എനിക്ക് പങ്കുവെക്കാൻ പറ്റിയതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങൾ ഉമ്മൻചാണ്ടി കുടുംബം ഞങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുന്നു. ഉമ്മൻചാണ്ടിൻ്റെ സ്നേഹം അതുപോലെ കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് കഴിവും അറിവും മറ്റേ ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തറിയാമല്ലോ. പക്ഷേ ഞങ്ങളെക്കൊണ്ട് ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് പുഞ്ചിരിക്കലും ചെയ്യാമല്ലോ. അതിന് വലിയ കാശൊന്നും കൊടുക്കണ്ടല്ലാരും. അത് ആ സ്നേഹത്തോടെ നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ മുൻപോട്ട് പോകാം. എല്ലാം മംഗളത്തിൽ വീട് ഒരു 6 മാസത്തിനകം പൂർത്തീകരിക്കപ്പെട്ടിട്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി. അപ്പോൾ ഇതിൽ പങ്കെടുത്ത ഇതിൽ അണിചേർന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും പ്രത്യേക നന്ദി പറയണം. എല്ലാവരും വിളിച്ച സമയത്ത് തന്നെ ഇവിടെ എത്തി. ബഹുമാന്യ മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിനു, ബ്ലോക്ക് സെക്രട്ടറി ശ്രീ ആനന്ദകുമാർ, കർഷക മന്ത്രി ജില്ലാ സെക്രട്ടറി ശ്രീ PS ലാലു, മുൻ ചെയർമാൻ ബാലര മണ്ഡലം ചെയർമാൻ ശ്രീ UDFിൻ്റെ ചെയർമാൻ ശ്രീ സുധീർ, ശ്രീ വിജയണ്ണൻ, ശ്രീ ഉണ്ണിച്ചേട്ടൻ, മറ്റും എല്ലാ ശ്രീ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രതീക്ഷ, ശ്രീ സുനിൽ, ശ്രീ അനൂപ് തങ്കരാജൻ, കർഷക മന്ത്രി മണ്ഡലം പ്രസിഡന്റ് മണിക്കുട്ടൻ, ശ്രീ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ പൂമണി, എല്ലാവരും ആരെങ്കിലും വിട്ടുവിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമല്ല, എല്ലാവരും സഹകരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് ഇവിടെ മനോഹരമാക്കി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കും.